ഈ പുതിയ എപ്പിസോഡ് ഒരു യാത്രാ വിവരണമാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടകത്തിലെ ബീജാപൂരിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ആണ്, സെൻറ് ജോസഫ്സ് യൂണിവേഴ്സിറ്റിയിലെ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിദ്യാർത്ഥികൾ. രണ്ടായിരത്തി 2022 ഞാനിവിടെ വന്നപ്പം ഈ റെയിൽവേ സ്റ്റേഷന് ഇങ്ങനെയൊരു എൻട്രൻസേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലാണ് ഈ ഒരു ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണാൻ പോകുന്ന ഈ ബസ് യാത്ര സിന്ദഗി എന്നുള്ള ഗ്രാമത്തിലെ ലൊയോള സ്കൂളിലേക്കാണ്. ഈ സ്കൂളിലാണ് ഇനിയുള്ള 2 ദിവസം ഞങ്ങൾ ചെലവിടാൻ പോകുന്നത്. ഞങ്ങളെ വെൽക്കം ചെയ്യാനെന്ന പോലെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. സെൻറ് ജോസഫ്സ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളും ഇവരുടെ കൂടെ ഞാനും ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ടുള്ളത്. ചുമ്മാ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ ജീവിതം കണ്ടുപഠിക്കുക എന്നതിലുപരി അവരുമായിട്ട് ആശയവിനിമയം നടത്തുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അതിനുതകുന്ന രീതിയിലുള്ള സർവേകൾ നടത്തുക, ഇതൊക്കെയായിരുന്നു ഈ ഒരു യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നാട്ടിലെ ജനങ്ങൾ ഇവരുടേതായിട്ടുള്ള രീതികളിൽ വളരെ ഹാപ്പിയാണ്. പക്ഷേ ഞങ്ങളിവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശുചിത്വം, ക്ലെലിനെസ് ആണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഒരു ഗവൺമെൻറ് സ്കൂളാണ്. ഇവരുടെയൊക്കെ പരിമിതികൾ കാണുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളുടെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും മലയാളികൾക്ക് അഭിമാനം തന്നെ തരുന്നൊരു കാര്യമാണ്. താരതമ്യേന മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ വീടുകളിൽ പോലും ഞങ്ങൾ കണ്ട കാഴ്ചകൾ വളരെ ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ താമസിക്കുന്ന ഒരു വീടിൻ്റെ അകത്തേക്ക് തന്നെയാണ്. ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുമ്പിൽ വന്നിരുന്ന് ചിരിക്കുന്ന ആ പുള്ളിക്കാരനുണ്ടല്ലോ, ഈ ഒരു യാത്രയിൽ ആ ഒരു ഏരിയയിൽ ഞങ്ങൾ നടന്നപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളെ പിന്നാലെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആ ഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ചില കലാപരിപാടികളൊക്കെ നടത്താനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ കുട്ടികൾ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ആ ഗ്രാമത്തിലെ ചില കുട്ടികളുടെ നല്ലൊരു അടിപൊളി ഡാൻസ് ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് ആ നാട്ടിലെ നാട്ടുകാരെയും കുട്ടികളെയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഗെയിമായിരുന്നു ആദ്യം. എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനൊക്കെ അറിയുന്ന ഒരുപാട് നല്ല കലാകാരന്മാരുണ്ടായിരുന്നു. പല ഉൾനാടൻ ഗ്രാമങ്ങളിലും ഇപ്പോഴും നിലനിന്നു പോകുന്ന ചൈൽഡ് മാരേജ് തുടങ്ങിയ കാര്യങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റ് പ്ലേ കൂടെ എൻ്റെ സ്റ്റുഡൻസ് കാഴ്ചവെച്ചു.
ಎಲ್ಲಾ ಕೆಲಸನೂ ಮಾಡಬೇಕು. ನಾವು ಸ್ಕೂಲಿಗೆ ಕಳ್ಸಲ್ಲ ಮದ್ವೆ ಆದ್ಮೇಲೆ, ಗೊತ್ತು ತಾನೆ? ನೀನ್ ಸ್ಕೂಲ್ನ ಬಿಡ್ಬೇಕಾಗತ್ತೆ. ಮನೇಲೆಲ್ಲ ಹೇಳಿದ್ದಾರೆ, ಹಾಗೆ ನಡೆಯುತ್ತೆ. ನಮ್ಮ ಮಗಳು ಎಲ್ಲಾದ್ರಲ್ಲೂ ಫಸ್ಟ್, ಎಲ್ಲಾ ಕೆಲಸ ಚೆನ್ನಾಗಿ ಮಾಡ್ತಾಳೆ. ಸರಿ, ಹಂಗ ഇനി ഈ കലാശക്കൊട്ട് ഡാൻസ് ഇത് ഇവർ വെറും അരമണിക്കൂർ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു മടിയിലാണ് ചെയ്തത്. അതാണ് നമ്മുടെ പിള്ളേർ. This year completes 15 years of our existence here. ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ദിവസം 3 ദിവസം ഞങ്ങളുടെ വീടായി മാറിയ ലയോള സ്കൂളിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഞങ്ങളോട് സംസാരിച്ചു. Venture which began 15 years back. So now our reach is and our aim is to reach at least 700 students in this campus. അതിനുശേഷം കുട്ടികൾ അവരവർ ചെയ്ത വർക്ക് പ്രസൻറ്റേഷനായിട്ട് അവതരിപ്പിച്ചു. ഞങ്ങളുടെ 3 ദിവസത്തെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു യാത്രാ വിവരണമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും എത്തും. അപ്പോൾ എൻ്റെ ഈ കൊച്ചു സംരംഭം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.